ഇഡി ഉദ്യോഗസ്ഥരെ സിപിഎം പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ നടപടി കടുപ്പിച്ചു കേന്ദ്ര സർക്കാർ. അക്രമത്തെക്കുറിച്ച് സംസ്ഥാനത്തോട് കേന്ദ്രം റിപ്പോർട്ട് തേടി. പോലീസ് വീഴ്ചയെന്ന ആരോപണം ശക്തമാകുന്നതിനിടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഡിജിപിയെ വിളിച്ചു വരുത്തി. അക്രമ സംഭവത്തിൽ ഉൾപ്പെട്ടതിൽ ചിലർ പിടിയിലായി, പലരും ഒളിവിലാണ്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാന്, ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ സിപിഎമ്മിന്റെ പ്രവർത്തകരുടെ ഈ അക്രമത്തിൽ പങ്കെടുത്തവരുടെ വീടുകളിലടക്കം റെയ്ഡുണ്ട്. നിരവധി ആളുകൾ പിടിയിലാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പോലീസിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ നീക്കം എന്താണ്? ഡിജിപി ആഭ്യന്തരമന്ത്രിയെ കണ്ടു, കാര്യങ്ങൾ വിശദീകരിച്ചു. ആഭ്യന്തരമന്ത്രിക്കും ഇപ്പോൾ സംഭവവികാസങ്ങളിൽ അതൃപ്തിയുണ്ട് എന്നാണ് സൂചന. എന്താണ് ഡാൻ ഏറ്റവും ഒടുവിലത്തെ പോലീസിന്റെ നീക്കങ്ങൾ? എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് സിറ്റി പോലീസ് വ്യാപകമായ പരിശോധനകൾ ഈ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടി ജില്ലയ്ക്കകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം 8 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതേസമയം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇഡി ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായി, വീഴ്ച സംഭവിച്ചുവെന്നൊരു വിലയിരുത്തലാണ് പോലീസിന്റെ ഉന്നത വൃത്തങ്ങൾ. ഇന്റലിജൻസ് എഡിജിപിക്ക് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടും അത് ശരിവെക്കുന്ന തരത്തിലാണ്. കണ്ണൂരിലും അതോടൊപ്പം തന്നെ കോഴിക്കോടുമൊക്കെ ഇഡി ഉദ്യോഗസ്ഥർ നേരത്തെ റെയ്ഡ് പൂർത്തിയാക്കി പുറത്തേക്കിറങ്ങുന്ന സമയത്തുണ്ടായ സംഭവ വികാസങ്ങൾ ഒരു സൂചനയായിരുന്നു. ആ സൂചന കണ്ടുകൊണ്ട് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 300 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ കൂടുതൽ ഉദ്യോഗസ്ഥരെ അവിടേക്ക് വിന്യസിക്കാൻ കഴിയാതെ പോയതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. മാത്രവുമല്ല, മാധ്യമപ്രവർത്തകർക്ക് ഒപ്പം ഈ വാഹനങ്ങൾക്ക് അടുത്തേക്ക് ചാടി വീഴാനായി പ്രവർത്തകർ നേരത്തെ നടത്തിയ ശ്രമം നേരത്തെ എന്തുകൊണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇന്റലിജൻസിനെ കുഴയ്ക്കുന്ന ഒരു കാര്യം. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം ഈ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. DCP ഉണ്ടായിരുന്നു, ACP ഉണ്ടായിരുന്നു, മറ്റ് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. 11:30-ക്ക് ശേഷം പ്രകോപനപരമായ തരത്തിലേക്ക് ഈ മുദ്രാവാക്യം വിളികൾ മാറിയത് തന്നെ കൃത്യമായൊരു ഉദാഹരണമായിരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ഒന്നുകിൽ അവിടെ തന്നെ, അതായത് ഈ വീടിന്റെ കോമ്പൗണ്ടിൽ തന്നെ തുടരാൻ ആവശ്യപ്പെടുകയോ അതല്ല എങ്കിൽ മുതിർന്ന നേതാക്കളെ ഇടപെടിച്ചുകൊണ്ട് പ്രവർത്തകരെ മുഴുവൻ ഒരു വശത്തേക്ക് മാറി മറ്റൊരു വശത്തുകൂടി സുരക്ഷിതമായി ഈ വാഹനങ്ങൾക്ക് CRPF ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ പുറത്തേക്ക് പോകാനുള്ള ഒരു ക്രമീകരണമോ ചെയ്യാമായിരുന്നു. അത് ചെയ്യാതിരുന്നത് ഗുരുതരമായ ഒരു വീഴ്ചയായിട്ടാണ് പോലീസിലെ ഉന്നത വൃത്തങ്ങളുടെ വിലയിരുത്തൽ. അതേസമയം ഔദ്യോഗികമായി ED അങ്ങനെ ഒരു സഹായം ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന ഒരു പ്രതിരോധമായി മുമ്പോട്ട് വെക്കുന്നുണ്ടായെങ്കിലും അതിനപ്പുറത്തേക്ക് പോലീസിന് അങ്ങനെ ഒരു സഹായം ED ആവശ്യപ്പെട്ടില്ല എങ്കിൽ കൂടി അവിടുത്തെ ക്രമസമാധാന നില സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് മാറുന്ന സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് കൃത്യമായി സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയുമായിരുന്നു. അത് കഴിയാതെ പോയതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ നിലവിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. റവാഡ ചന്ദ്രശേഖരനൊപ്പം ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ് ഹേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ചിരുന്ന ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനുശേഷം DGP മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും, കുറ്റക്കാർക്കെതിരെ ഗുരുതരമായ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ വൈകിട്ട് 4 പേർ കീഴടങ്ങുന്ന സാഹചര്യവും ഇന്ന് പുലർച്ചെ 2 പേരെ വട്ടിയൂർക്കാവ് പോലീസും മ്യൂസിയം പോലീസും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി. അതിനുശേഷം അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ട അമൽ എന്ന വ്യക്തി കോട്ടയത്തേക്ക് ഇന്നലെ വൈകുന്നേരം തന്നെ രക്ഷപ്പെട്ടിരുന്നു. ഇയാളെ കോട്ടയത്തുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ അവിടെ നിന്ന് പിടികൂടി ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് വൈദ്യ പരിശോധന പൂർത്തിയാക്കി 8 പേരെയും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 FIR-കളാണ് പോലീസിനെയും CRPF-നെയും ED ഉദ്യോഗസ്ഥരെയും ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ 2 FIR-കൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇതിൽ BNS-ലെ പ്രധാനപ്പെട്ട വകുപ്പുകൾക്ക് ഒപ്പം PDPP ആക്ട് കൂടി ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടിയിലേക്ക് പോലീസ് കടക്കുന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഈ രജിസ്റ്റർ ചെയ്ത 2 FIR-കളുടെ പിന്നാലെ
വ്യാപകമായ അറസ്റ്റിലേക്ക് പോലീസ് തന്നെ കടക്കുന്നതിലൂടെ വ്യക്തമാകുന്നത്. ഒപ്പം ഡാന, ഈ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടലും പ്രധാനമാണ്. കാരണം ആക്രമിക്കപ്പെട്ടത് ED ഉദ്യോഗസ്ഥരാണ്. അതിന്റെ ഗൗരവം ഒട്ടും ചെറുതല്ല. CPM പ്രവർത്തകരെ തടയുന്നതിൽ ഇവിടെ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ഒരു അലംഭാവം ഉണ്ടായി എന്ന വിലയിരുത്തൽ പൊതുവെ ഉണ്ട് എന്നാണ് കരുതേണ്ടത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിൽ എടുത്തു പറയുന്ന കാര്യം, അതായത് 11:30ക്കും 12 മണിക്കും ഇടയിൽ ആദ്യ ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വാടക വീടിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കിടയിൽ നിന്ന് ചിലർ പോലീസിന് നേരെ പെട്ടെന്ന് തിരിയുകയും അവർക്ക് നേരെ കുപ്പിയും അതോടൊപ്പം തന്നെ ചെരുപ്പുകളും വലിച്ചെറിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ACPയും DCPയും ഒക്കെ അവിടെ എത്തിയിരുന്നു. അവർ അവിടെ നേരിട്ടെത്തി രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചു. മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മുതൽ തന്നെ ഇതൊരു പ്രകോപനത്തിലേക്കാണ് പോകുന്നത് എന്ന കാര്യം വ്യക്തമായതാണ്. ഒരു ഹെൽമറ്റ് വലിച്ച് ഉദ്യോഗസ്ഥർക്ക് നേരെ എറിയുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് ഏതാണ്ട് 2 മണിയോടെ 8 മണിക്കൂർ നീണ്ട പരിശോധന പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരാൻ തയ്യാറെടുത്തത്. ആ സമയത്ത് അവർക്ക് സുഗമമായി കടന്നു പോകാനുള്ള വഴി ഒരുക്കുന്നതിന് പകരം പോലീസ് പല ഭാഗങ്ങളായി ഒരുമിച്ച് കൂട്ടം കൂടി നിന്നതാണ് ഈ വാഹനങ്ങൾക്ക് അരികിലേക്ക് എത്താനും അത് തല്ലിത്തകർക്കാനും ഈ പ്രതിഷേധക്കാർക്ക് കഴിഞ്ഞത് എന്നാണ് ഇന്റലിജൻസിന്റെ വിലയിരുത്തൽ. അവിടെയാണ് പോലീസിന് ഒരു ഏകോപനത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന വിലയിരുത്തലേക്ക് അവർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.